ദുബായ് സർക്കാർ പെൺകുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഖുർആൻ പാരായണ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ മത്സരാർത്ഥി ഹരിയാന സ്വദേശിയായ സഅദിയ ബാനുവാണ് പാരായണ മികവ് കൊണ്ട് ശ്രദ്ധേയയായത്. കോഴിക്കോട്ടെ മർക്കസുൽ ഫാറൂഖി അഖിലേന്ത്യാ തലത്തിൽ സംഘടിപ്പിച്ച മത്സരത്തിലൂടെയാണ് സഅദിയ ദുബായിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ദുബായ് അന്താരാഷ്ട്ര ഹോളി ഖുർആൻ അവാർഡിന്റെ ഭാഗമായാണ് ദുബായ് സർക്കാർ ഷെയ്ഖ ഫാത്തിമ ബിന്ത് മുബാറക് അന്താരാഷ്ട്ര ഹോളി ഖുർആൻ മത്സരം സംഘടിപ്പിക്കുന്നത്. യമൻ, അയർലൻഡ്, തായ്ലൻഡ്, ഗിനിയാബിസോ, സൈറാലിയോൺ എന്നീ രാജ്യങ്ങൾക്കൊപ്പമായിരുന്നു ഇന്ത്യയുടെ സഅദിയ ബാനു മത്സരിച്ചത്. يسألونك عن الأهلة قل هي مواقيت للناس والحج. വിധികർത്താക്കൾ നൽകിയ 5 ടാസ്കുകളും ഒരു തെറ്റുപോലുമില്ലാതെ സഅദിയ പൂർത്തിയാക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഹാദിഹി ഉമ്മതുകും ഉമ്മതൻ വാഹിദതൻ വഅന റബ്ബുകും ഫഅ്ബുദൂൻ. മത്സരം കഴിഞ്ഞ് പുറത്തേക്ക് ഓടിയെത്തിയ സഅദിയ നിറകണ്ണുകളോടെ പിതാവിന്റെ നെറുകയിൽ മുത്തം നൽകി. ഖുർആൻ പൂർണ്ണമായും മനഃപ്പാടമാക്കിയ പിതാവ് ഹാഫിൽ മുഹമ്മദ് ഇമ്രാൻ ഖാൻ തന്നെയാണ് സഅദിയയുടെ ഈ രംഗത്തെ ഉസ്താദും വഴികാട്ടിയും. മികവിന്റെ ക്രെഡിറ്റ് പിതാവിന് നൽകുന്നു ഈ മകൾ. And I have completed my Quran at the age of 11, alhamdulillah, with my father only. And he's the only one who I will thank him at the first and at the end. And before of all this, I will thank Allah. ഹരിയാനയിലെ മദ്രസ അധ്യാപകനും ഇമാമുമായ മുഹമ്മദ് ഇമ്രാൻ ഖാന്റെ 7 മക്കളിൽ 6 പേരും ഖുർആൻ മനഃപ്പാടമാക്കിയവരാണ്. 5 പെൺമക്കളെ ഖുർആൻ പൂർണ്ണമായും മനഃപ്പാടമാക്കിയ ഹാഫിളമാരും ഏക മകനെ ഹാഫിളുമാക്കിയ പിതാവാണ് ഇദ്ദേഹം. 7 बच्चों में से तकरीबन 6 बच्चे हाफिज हो चुके हैं. 5 बेटियां भी हाफिजा हैं माशाल्लाह और एक बेटा भी हाफिज है. 6 तकरीबन हाफिज कुरान है और बेहतरीन अच्छा याद है उनको. और सब घर में ही पढ़ते हैं, मैं ही पढ़ाता हूँ या तो वाइफ हेल्प करती है मेरी. കോഴിക്കോട് അബ്ദുൾ റസാഖ് അൽ ഫുർഖാനിയുടെ നേതൃത്വത്തിൽ മർക്കസുൽ ഫാറൂഖി സംഘടിപ്പിച്ച അഖിലേന്ത്യാ ഖുർആൻ മത്സരത്തിൽ 70-ലേറെ ഹാഫിളമാരാണ് മത്സരിച്ചത്. അതിൽ ഒന്നാമതെത്തിയ സഅദിയയെ ദുബൈയിലെത്തിച്ചത് മത്സരത്തിന്റെ നിലവാരമുയർത്തി. ഏറ്റവും അനുഭവിച്ചൊരു സന്തോഷം, ഈ പെൺകുട്ടികളെ ഖിറാഅത്ത് നമ്മൾ പലപ്പോഴും എവിടെന്നെങ്കിലും കേട്ടു എന്നല്ലാതെ നമ്മളെ ഇന്ത്യ രാജ്യത്ത് നിലകൊള്ളുന്ന പെൺകുട്ടികളും ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പക്ഷേ ഞങ്ങൾ പരസ്പരം ജഡ്ജിമാർ പരസ്പരം അഭിപ്രായപ്പെട്ടത് ഒരു പക്ഷേ ആൺകുട്ടികളെക്കാൾ ഒരുപടി മുന്നിട്ട് നിൽക്കുന്ന പെൺകുട്ടികൾ എന്നൊരു അഭിപ്രായത്തിലേക്ക് വരെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഏതായാലും അൽഹംദുലില്ലാ ആ സെമി ഫൈനൽ 15 പേരിൽ നിന്ന് ഞങ്ങൾ 5-6 പേരെയാണ് വീണ്ടും ഫൈനലിലേക്ക് തിരഞ്ഞെടുത്തത്. അന്താരാഷ്ട്ര മത്സരമാണെങ്കിലും ചോദ്യങ്ങളെല്ലാം എളുപ്പമായിരുന്നു എന്നായിരുന്നു സഅദിയയുടെ പ്രതികരണം. Very easy, very very easy. Alhamdulillah. 7 ദിവസം നീളുന്ന ഈ അന്താരാഷ്ട്ര ഖുർആൻ മത്സരത്തിന്റെ ഫലം ഈ മാസം 13-ന് പ്രഖ്യാപിക്കും. ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്.